ഹലോ ഗായ്സ്, ഇതൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ. പെട്ടെന്നായിരുന്നു കാലാവസ്ഥ അങ്ങോട്ട് മാറിയത്. നല്ല മഴ വരുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പം തോന്നി എന്താ കുത്തുപൊറോട്ട ഉണ്ടാക്കിയല്ലോ. ഓൾറെഡി നമ്മൾ ചിക്കൻ കറി ആയിരുന്നു ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത്. പിന്നെ കുത്തുപൊറോട്ട ഉണ്ടാക്കാൻ നമുക്ക് സിമ്പിളാണല്ലോ. ഒന്നുമില്ല, ഒരു പാത്രം വെച്ച് എണ്ണ ചൂടായി അതിലേക്ക് നമ്മൾ വെല്ലുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടാണ് ഇട്ടത്. ഭയങ്കരമായിട്ട് വാങ്ങണ്ട, ഒന്നിങ്ങനെ കടിക്കുമ്പോൾ ആ ക്രിഞ്ചിനെസ് ഉണ്ടാവുന്ന വെളുത്തുള്ളിൻ്റെ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ അതിനകത്തിട്ടു. പച്ചമുളകും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റുക. അത്യാവശ്യം നന്നായിട്ട് വഴണ്ട് വരുന്നതിന് തക്കാളിയും കൂടെ ഇടുക. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ കറിവേപ്പില ഇടുക. പിന്നെ 2 മുട്ടയിട്ട് എന്നിട്ട് നന്നായിട്ട് ചിക്കി എടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വരുന്ന സമയത്ത് അതിനകത്തേക്ക് നമ്മൾ ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കറിയിൽ ചിക്കനായിട്ട് ഞങ്ങൾ പിച്ചി വെച്ചതായിരുന്നു. പിന്നെ ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഇത്രയും സാധനം ഇട്ടിട്ടുള്ളൂ. എരിവൊക്കെ നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ പൊറോട്ട അതിങ്ങനെ ചെറുതാക്കി അരി വെച്ചിട്ട് അതിനകത്തേക്ക് ഇടുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ ചിക്കൻ കറിയും കൂടെ ആ ഗ്രേവി ഇടുക. ആ ഗ്രേവി മസ്റ്റാണ്, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ നുറുക്കി എടുക്കുക. ടേസ്റ്റി ആയിട്ടുള്ള കുത്തുപൊറോട്ട റെഡിയാവും ഇവിടെ. ഭയങ്കര ടേസ്റ്റ്. ഹലോ ഗായ്സ്, ഇതൊരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ. പെട്ടെന്നായിരുന്നു കാലാവസ്ഥ അങ്ങോട്ട് മാറിയത്. നല്ല മഴ വരുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പം തോന്നി എന്താ കുത്തുപൊറോട്ട ഉണ്ടാക്കിയല്ലോ. ഓൾറെഡി നമ്മൾ ചിക്കൻ കറി ആയിരുന്നു ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത്. പിന്നെ കുത്തുപൊറോട്ട ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണല്ലോ. ഒന്നുമില്ല, ഒരു പാത്രം വെച്ച് എണ്ണ ചൂടായി അതിലേക്ക് നമ്മൾ വെല്ലുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടാണ് ഇട്ടത്. ഭയങ്കരമായിട്ട് വാങ്ങണ്ട, ഒന്നിങ്ങനെ കടിക്കുമ്പോൾ ആ ക്രിഞ്ചിനെസ്